പ്രത്യേകിച്ച് സന്ദേശമൊന്നുമില്ല. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ മൂഡിലാണ്. രാജേട്ടുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ പാർട്ടിയിൽ ഇവിടെ ഇന്നത്തെ ദിവസം അവൈലബിൾ ആകാൻ പറ്റുന്ന എല്ലാവരോടും ശ്രീലയ ചേച്ചിയുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ജയൻചേട്ടനും മഞ്ജു എല്ലാം എൻ്റെ തട്ടകമായിരുന്നു, താവളമായിരുന്നു. നമ്മൾ വളരെ നന്നായിട്ട് ഓണാഘോഷം ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ മെച്ചമായിട്ട് എല്ലാവരുടെയും, അതായത് എല്ലാവരുടെയും മുഖത്തുള്ള സന്തോഷമാണ് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ശക്തി തെളിയിക്കുന്നത്. ജയൻചേട്ടൻ പറഞ്ഞു, കഴിഞ്ഞ 7-8 മാസമായിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം നമുക്കിങ്ങനെ ഉള്ള ആഘോഷത്തിൻ്റെ ഒരു അവസരം വന്നിട്ടില്ല. പ്രവർത്തിക്കുമ്പോഴേക്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനകത്തും പുറത്തുമൊക്കെ പോകും. ഇന്നലെ ഞാൻ പൂനെയിലായിരുന്നു. ചെല്ലുമ്പോൾ ജനങ്ങളൊക്കെ തന്നെ വളരെ ആവേശത്തോടെ തിരുവനന്തപുരത്തെക്കുറിച്ച് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതൊക്കെ തന്നെ ഇപ്പം ജയൻചേട്ടൻ മേയർ എന്ന് പറഞ്ഞെങ്കിലും ഒരു മേയറുടെ ശക്തിയൊന്നുമല്ല. ഞങ്ങൾ ഇപ്പോൾ സജി ഉൾപ്പെടെ ഞങ്ങളൊരു ടീം ഒരുമിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശ്രീലയ ചേച്ചി ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കിട്ടിയത് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്നുള്ള കരുത്ത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 5 കൊല്ലം BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ കേരളത്തിലെ ഏത് പോസ്റ്റ് വന്നു കഴിഞ്ഞാലും നമുക്കത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഹെവി ജില്ലയാണ് ഈ ജില്ല. അത്രത്തോളം ഹെവി ആയിട്ടുള്ള വർക്ക് ഉള്ള ജില്ലയാണ്. അത്രത്തോളം ഡെപ്തുള്ള പ്രവർത്തകരാണ്. ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. എല്ലാവരും ജനപിന്തുണയുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ആ എക്സ്പീരിയൻസ് തന്നെയാണ് സത്യത്തിൽ. എന്നോട് പലരും ചോദിച്ചു, LDF UDF കൂടെ ഒരുമിച്ചിരിക്കുകയാണ്, പ്രതിപക്ഷവും ഭരണപക്ഷമുണ്ട്, ഗവൺമെൻറ് അവർക്കാണ്, അപ്പോൾ ഒരാളിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്, സുഗതം ജയിലിലാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പലർക്കും ആശങ്ക. എനിക്ക് വേണം നമ്മുടെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകർക്കാണ് ഉറക്കമില്ലാത്ത രീതിയിൽ ആശങ്ക. ഞാൻ വളരെ കൂളായിട്ട് നിന്നു. ഞങ്ങൾ സജിയും ഗിരിയും ഞങ്ങളൊക്കെ കൂളായിട്ട് നിന്നു. നമുക്കറിയാം എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, 5 വർഷം BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയി എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു പ്രശ്നമേ അല്ല. അത്രത്തോളം എക്സ്പീരിയൻസ് ഇവർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് CPM കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കോർപ്പറേഷനുള്ളിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് CPM അന്ന് ഇതിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നു. സത്യത്തിൽ BJPയുടെ ഒരു ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ കിട്ടുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ചുമതല ഏതാണ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും വക്താവൊക്കെ ആയതിനു ശേഷം ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങളാണ്. പക്ഷേ BJPയുടെ ഏത് ചുമതല കിട്ടിയാലും നമ്മൾ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഒരു കുടുംബ സങ്കല്പമാണ് നമ്മുടെ ആയിട്ടുള്ളത്. മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു ഇഞ്ചെങ്കിലും ഞങ്ങൾക്ക് കൂട്ടായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ പ്രവർത്തനത്തിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു. മേയർ ആകണമെന്ന് പാർട്ടി തീരുമാനിച്ചത് മുതൽ ഇതുവരെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് അകമഴിഞ്ഞ പിന്തുണയാണ്. ഒരിക്കലും ഒരു മേയർക്കും ഒരു പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടില്ലാത്ത തരത്തിലുള്ള പിന്തുണയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഘടകത്തിൻ്റെ കാര്യത്തിൽ നിന്നും കോർപ്പറേഷൻ്റെ പ്രവർത്തന പരിധിയിൽ ഒരിടത്തും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമയം ഡിലേ ഉണ്ടാവാനും ഒരു കാര്യങ്ങളിലും അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ആലോചന ചർച്ചയോ ഒന്നും ചിന്തയോ ഉണ്ടായിട്ടില്ല. വളരെ വലിയ പിന്തുണ കിട്ടും. തീർച്ചയായിട്ടും ഈ ഓണം എല്ലാവരും വളരെ മനോഹരമായിട്ട് ഒരു ഓണാഘോഷം BJPയുടെ ജില്ലാ കമ്മിറ്റിക്ക് പ്രവർത്തകർ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.